ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന പോർഷനിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്ലീഷൻ റീജിയൻ ഓഫ് PN ജംഗ്ഷൻ കണ്ടെയ്ൻ ഓപ്ഷൻ എ ഇമ്മൊബൈൽ അയോൺസ്, ഓപ്ഷൻ ബി നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതില് ഓപ്ഷൻ എ ഇമ്മൊബൈൽ അയോൺസ് എന്നുള്ളതാണ് ആൻസർ. നമുക്കറിയാം PN ജംഗ്ഷനില് ഒരു PN ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P സൈഡ് ഉണ്ടാവും, ഒരു N സൈഡ് ഉണ്ടാവും. ഇതിനിടയിൽ ഉണ്ടാവുന്ന ഒരു റീജിയൻ ആണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ആ റീജിയൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് എന്താണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. ഡിഫ്യൂഷൻ ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ന്റെ ഫലമായിട്ടാണ് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്നത്. അപ്പോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഈ ജംഗ്ഷനിൽ നിന്നും ഡിപ്ലീറ്റ് ചെയ്ത് മാറിപ്പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിപ്ലീഷൻ റീജിയനിനുള്ളിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടാവില്ല. അവിടെ മൂവബിൾ ആയിട്ടുള്ള ഒരു അയോൺസും ഉണ്ടാവില്ല. അവിടെ ഇമ്മൊബൈൽ അയോൺസ് മാത്രമാണ് ഉണ്ടാവുക. പോസിറ്റീവ് ചാർജ്ഡും നെഗറ്റീവ് ചാർജ്ഡുമായിട്ടുള്ള ഇമ്മൊബൈൽ അയോൺസ് ആണ് ഉണ്ടാവുക. ബി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സി ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസും അവിടെ ഉണ്ടാവില്ല. ബാക്കിയുള്ളത് ഓപ്ഷൻ എ ആണ്, ഇമ്മൊബൈൽ അയോൺസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ PN ജംഗ്ഷൻ ഡയോഡ് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫേഴ്സ് ഒപ്പോസിഷൻ ടു. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ഡിപ്ലീഷൻ റീജിയനിൽ ഫോം ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ് എന്ത് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഫോംഡ് ആണ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോ എന്തിനെയായിരിക്കും ഒപ്പോസ് ചെയ്യുക? നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ ഈ ഒരു ടൈമിലാണ്, ഡിഫ്യൂഷൻ നടക്കുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. ഡിഫ്യൂഷൻ നടക്കുമ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ജംഗ്ഷനിൽ നിന്നും ഡിപ്ലീറ്റ് ചെയ്ത് മാറിപ്പോകുന്നുണ്ടാവാം. അപ്പോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ആയിരിക്കും ഈ ബാരിയർ പൊട്ടൻഷ്യൽ റിപ്പൽ ചെയ്യുന്നത്. അതായത് ഒരു ഒപ്പോസിഷൻ ബാരിയർ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ആയിരിക്കും. എന്തൊക്കെയാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്? P സൈഡിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്നത് ഹോൾസും N സൈഡിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ആയിരിക്കും. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ ബോത്ത് റീജിയൻ എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Moving on to the next question. Which of the following is an insulator? Insulator ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫെറൈറ്റ് ആണ് ഇൻസുലേറ്റർ. ഓപ്ഷൻ ബി ജെർമേനിയം എന്ന് പറയുന്നതും ഓപ്ഷൻ സി സിലിക്കൺ എന്ന് പറയുന്നതും സെമി കണ്ടക്ടേഴ്സ് ആണ്. സിങ്ക് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. നമുക്കറിയാം ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആണ്. കണ്ടക്ടിവിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആണ് ഇൻസുലേറ്റേഴ്സ്. ഒരു ഹൈ റെസിസ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും, അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ലോ ആയിരിക്കും. ഇൻസുലേറ്റർ എന്ന് പറയുന്നതിന്റെയും കണ്ടക്ടറിന്റെയും ഇടയിലായിരിക്കും നമ്മുടെ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കുക. സോ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇൻസുലേറ്ററിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫെറൈറ്റ് ആണ് ഇവിടെ ആൻസർ. Moving on to the next question. Antimony is a dash type of doping material. Antimony എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഡോപ്പിംഗ് മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചോളുക. നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ആണുള്ളത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് 2 ടൈപ്പ്. ഏതൊക്കെയാണ് ആ ടൈപ്പ്? N ടൈപ്പും ഉണ്ട്, P ടൈപ്പും ഉണ്ട്. N ടൈപ്പ് ആൻഡ് P ടൈപ്പ്. അതിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷന്റെ ഡോപ്പിംഗിന്റെ ഒരു രീതി കൊണ്ടാണ് ഇതിന് വ്യത്യസ്തത വരുന്നിരിക്കുന്നത്. ഇവിടെ N ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റാ വാലന്റ് ഇംപ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. P ടൈപ്പിൽ ട്രൈ വാലന്റ് ഇംപ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെന്റാ വാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറയുന്നത് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കും ആഡ് ചെയ്യുക. ഇവിടെ 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കും ആഡ് ചെയ്യുക. 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിട്ടുള്ള എന്തൊക്കെയായിരിക്കും ആഡ് ചെയ്യുന്നത്? 15th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. അതുപോലെ 13th ഗ്രൂപ്പ് എലമെന്റ്സ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം.
അപ്പോ ഇതിനകത്ത് ആന്റിമണി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഡോപ്പിംഗ് മെറ്റീരിയൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി നമുക്ക് നോക്കുമ്പോൾ അറിയാം ആന്റിമണി എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് എലമെന്റ് ആണ്? 15th ഗ്രൂപ്പ് എലമെന്റ്. ഇതാണ് ആന്റിമണിയുടെ സിമ്പൽ എന്ന് പറയുന്നത്. SB എന്നാണ് ആന്റിമണിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. 27ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് LED? LED എന്ന് പറയുന്നത് മേക്ക് ചെയ്യാൻ ഉപയോഗിക്കാത്ത മെറ്റീരിയൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം LED ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ആയിരിക്കും. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡ് ഇതാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് ഇവിടെ ഒരു മൊമെന്റം ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, നേരെ മുകളിൽ തന്നെ വരും. ഇവിടെ ഇത് ഫോർബിഡൻ ഗ്യാപ്പ് ആണ്. എന്നിട്ട് അത് മാത്രമല്ല, ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ ആയിരിക്കും. ലൈറ്റിന്റെ ഫോമിലായിരിക്കും എനർജി റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. ഇതിന് എക്സാമ്പിൾ ഗാലിയം ആഴ്സനൈഡ്, അതുപോലെ തന്നെ ഗാലിയം ഫോസ്ഫൈഡ്, അതേപോലെ തന്നെ ഇൻഡിയം ഫോസ്ഫൈഡ്, ഇൻഡിയം ആഴ്സനൈഡ്, അങ്ങനെയാണ്. ഇൻഡിയം ആഴ്സനൈഡ്, ഫോസ്ഫൈഡ്, ഇങ്ങനത്തെ മെറ്റീരിയൽ ആണ് നമ്മൾ എപ്പോഴും LED മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം, ഓപ്ഷൻ ബി ഗാലിയം ആഴ്സനൈഡ്, സി ഗാലിയം ഫോസ്ഫൈഡ്, ഡി ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്. ഇവിടെ ജർമേനിയം മാത്രമേ ഉപയോഗിക്കാത്ത മെറ്റീരിയൽ ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ ജർമേനിയം ആണ് റൈറ്റ് ആൻസർ. ഇവിടെ ജർമേനിയം എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ആണ്. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ഇത് വാലൻസ് ബാൻഡ് ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവുന്നത് ഒരു മൊമെന്റം ഡിഫറൻസ് ഉണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആയിരിക്കും. നമുക്ക് ജർമേനിയം, സിലിക്കൺ ഇതെല്ലാം ഒരു ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ LED മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ ഓഫ് സിലിക്കൺ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ എത്രയെന്നാണ്. ഇതൊരു കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ സി 14 ആണ് റൈറ്റ് ആൻസർ. കൂടെ ജർമേനിയത്തിന്റെ കൂടെ അറ്റോമിക് നമ്പർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജർമേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32 ആണ്. ഇതിന്റെ വാലൻസി, രണ്ടിന്റെയും വാലൻസി 4 ആണ്. നമുക്കറിയാം സെമി കണ്ടക്ടറിന്റെ വാലൻസി 4 ആണ്. ഇവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 284 എന്നും ദെൻ ഇവിടെ 28184 എന്നാണ്. രണ്ടിന്റെയും വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ്, 4 തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി 14 is the right answer. Moving on to the next question. The minimum forward bias voltage for a germanium PN junction to set into conduction ഈസ് ഡാഷ് വോൾട്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടക്ഷനിലേക്ക് എത്തണമെങ്കിൽ ജർമേനിയത്തിൽ മിനിമം എത്ര വോൾട്ടേജ് എത്തണമെന്നാണ്. ആ വോൾട്ടേജിന് പറയുന്ന പേരെന്താണ്? കട്ട് ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ് എന്ന് പറയും. നീ വോൾട്ടേജ്, കട്ട് ഇൻ വോൾട്ടേജ് എന്നാണ് നമ്മുടെ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു സെറ്റ് ഇൻ ടു കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അത് ജർമേനിയത്തിന്റെ കേസിൽ വരുമ്പോൾ ഓപ്ഷൻ ഡി 0.3 ആണ് വരിക. സിലിക്കണിന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ 0.7 ആണ് വരിക. കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ഇൻ കേസ് ഓഫ് സിലിക്കൺ ആൻഡ് 0.3 ഇൻ ദ കേസ് ഓഫ് ജർമേനിയം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കട്ട് ഇൻ വോൾട്ടേജിനോട് സിമിലർ ആയി നിൽക്കുന്ന ഒരു വാല്യൂ ആണ് ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ ആണ്. ഇതിന്റെയും വാല്യൂസ് സിലിക്കണിന് 0.7ഉം അതേപോലെ തന്നെ ജർമേനിയത്തിന് 0.3യുമാണ്. പക്ഷെ നീ വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നതിനോട് സിമിലർ അല്ല ബാരിയർ പൊട്ടൻഷ്യൽ. രണ്ട് ടേം തന്നെയാണ്, ഓർത്തു വെച്ചിരിക്കുക. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്റേണലി തന്നെ PN ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ ആണ്. അത് ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് കാരണമാണ് ഉണ്ടാവുന്നത്. പക്ഷെ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം വോൾട്ടേജ് റിക്വയർഡ് ഫോർ കണ്ടക്ഷൻ ആണ്. പക്ഷെ രണ്ടിന്റെയും വാല്യൂസ് സിലിക്കണിന് 0.7ഉം ജർമേനിയത്തിന് 0.3യും ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വോൾട്ടേജ് ഈസ് ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. ഒരു ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാക്സിമം വോൾട്ടേജ് റിവേഴ്സ് ബയാസിൽ
എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് പറയുന്ന പേരാണ് PIV, അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഡയോഡ് ക്യാൻ സേഫ്ലി വിത്ത്സ്റ്റാൻഡ് ബിഫോർ ബ്രേക്ക് ഡൗൺ. നമ്മുടെ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവാതെ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വോൾട്ടേജ്. PIV റീച്ച് ചെയ്ത് PIVയേക്കാൾ കൂടുതൽ വോൾട്ടേജ് വന്നാൽ അവിടെ നമ്മുടെ ഡയോഡ് എന്താവും? ബ്രേക്ക് ഡൗൺ ആവും. ഡയോഡ് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല, ആ ഡയോഡ് ഡാമേജ് ആയി മാറും. ആ വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓപ്ഷൻ എ പീക്ക് ഇൻവേഴ്സ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും കേസിൽ PIV വരുന്നത് എത്രയാണെന്ന് കൂടെ നോക്കാം. സിലിക്കണിന്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർ സിലിക്കൺ 1000 വോൾട്ട് റേഞ്ചിലായിരിക്കും വരിക. അതേപോലെ ജെർമേനിയത്തിന്റെ കേസിൽ 400 വോൾട്ട് റേഞ്ചിലായിരിക്കും വരിക. അപ്പോ സിലിക്കണിന്റെ PIV ആണ് കൂടുതൽ ജെർമേനിയത്തിനേക്കാൾ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന 2 ഫാക്ടേഴ്സ് കൂടെ പറയാം. എന്താണ്? ഫോർവേഡ് കട്ട് ഇൻ വോൾട്ടേജ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം സാധനമാണ്. ഫോർവേഡ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നതും കട്ട് ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്, വേറൊരു നെയിം എന്ന് പറയുന്നത് നീ വോൾട്ടേജ്. അതേപോലെ തന്നെ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ എന്ന് പറയുന്നത് നീ വോൾട്ടേജും എന്തായിരിക്കും? 0.7 ആയിരിക്കും. ജെർമേനിയത്തിൻ്റെത് എത്രയായിരിക്കും? 0.3 ആയിരിക്കും. അതേപോലെ അത് കട്ട് ഇൻ വോൾട്ടേജും ബാരിയർ പൊട്ടൻഷ്യലും 0.7ഉം 0.3ഉം തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കോമൺ ആയിട്ട് പറയുന്ന ഫാക്ട് എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ജെർമേനിയത്തിൽ മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. അതേപോലെ സിലിക്കണിൽ നാനോ ആംപിയർ റേഞ്ച് ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ജെർമേനിയത്തിന്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് കൂടുതൽ, സിലിക്കണിനേക്കാൾ കൂടുതൽ ജെർമേനിയത്തിനാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ PIV റേറ്റിംഗിൽ നോക്കുകയാണെങ്കിലും നമ്മുടെ അതുപോലെ കട്ട് ഇൻ നീ വോൾട്ടേജ് റേറ്റിൽ നോക്കുകയാണെങ്കിലും സിലിക്കണിനാണ് വാല്യൂ കൂടുതൽ. PIV ഓഫ് സിലിക്കൺ 1000 വോൾട്ടും വരും. അതേപോലെ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ആണ് 0.7 വരിക. പക്ഷെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന്റെ കേസ് വരുമ്പോൾ മാത്രം നമ്മൾ ജെർമേനിയത്തിന് മൈക്രോ ആംപിയർ റേഞ്ചിലും സിലിക്കണിന് നാനോ ആംപിയർ റേഞ്ചിലായിരിക്കും വരിക. ബാക്ക് ടു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആൻസർ വരിക പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അഥവാ പീക്ക് ഇൻവേഴ്സ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. LED ആർ മെയ്ഡ് അപ്പ് ഓഫ്. LED എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് കൊണ്ടാണ്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ. അപ്പോൾ ഗാലിയം, ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ അറിയാം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ഓപ്ഷൻ സി ഗാലിയം ആഴ്സനൈഡ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലിന്റെ പ്രത്യേകത അത് എനർജി എമിറ്റ് ചെയ്യുന്നത് ഫോട്ടോണിന്റെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൽ യൂസ് ചെയ്യുന്നു. പക്ഷെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലിൽ ഒരു മൊമെന്റം ഡിഫറൻസ് ഉണ്ട്. അതിന്റെ എനർജി റിലീസ് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലാണ്. അവിടെ ഒരു ലൈറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ LED മേക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ സി ഗാലിയം ആഴ്സനൈഡ് ആണ് റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ value of ratio of current in PN junction diode in the forward bias and that in the reverse bias? ഇത് അധികം റിപ്പീറ്റ് ആയിട്ട് വരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിക്കോളാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറണ്ട് ഇൻ PN ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലെ ഫോർവേഡ് ബയാസിലെ കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെയാണ്? PN ജംഗ്ഷൻ ഡയോഡിന്റെയും അതേപോലെ തന്നെ അത് വിത്ത് റിവേഴ്സ് ബയാസിലെ കറണ്ട്, ഇത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫോർവേഡ് ബയാസിൽ എന്തായാലും കണ്ടക്ഷൻ എന്തായിരിക്കും? ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറണ്ടും വെരി ഹൈ ആയിരിക്കും. പക്ഷെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ അത് നമ്മൾ എന്തായിരിക്കും? കണ്ടക്ഷൻ കുറവായിരിക്കും. നമ്മുടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു ചെറിയ വാല്യൂ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഹൈ വാല്യൂ ഡിവൈഡഡ് ബൈ ഒരു ലോ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് റിസൾട്ടിൽ ഒരു ഹൈ വാല്യൂ തന്നെ കിട്ടും. പിന്നെ ഇതിന്റെ ഒരു റേഞ്ച് പറയുന്നത് 100 ആംപിയർ മുതൽ ഒരു 10,000 ആംപിയർ വരെയൊക്കെ പോവാം എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഓപ്ഷൻസിലെ ഏറ്റവും വലിയ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ ഡി 1000 എന്നുള്ള ഒരു ആൻസറിൽ എത്താൻ സാധിക്കും. ഇവിടെ ഓപ്ഷൻ ഡി 1000 എന്നുള്ളതാണ് ആൻസർ. വെരി ഹൈ വാല്യൂ എന്ന് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഫോർവേഡ് ബയാസിലെ
നമ്മുടെ കറണ്ടും റിവേഴ്സ് ബയാസിലെ കറണ്ടും തമ്മിലുള്ള റേഷ്യോ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കൺസെപ്റ്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർവേഡ് ബയാസിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിവേഴ്സ് ബയാസിലെ റെസിസ്റ്റൻസ്. നമുക്കറിയാം ഫോർവേഡ് ബയാസിൽ എന്തായിരിക്കും, കണ്ടക്ഷൻ ഹൈ ആണ്, കറണ്ട് ഹൈ ആണ്, പക്ഷെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ റിവേഴ്സ് ബയാസിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇതിന്റെ ഒരു വാല്യൂ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. ഫോർവേഡ് ബയാസിൽ ആ റേഞ്ച് എന്ന് പറയുന്നത് 10⁻², ആയിരിക്കും. റിവേഴ്സ് ബയാസിൽ ആ വാല്യൂ 10⁻6 ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 10⁻⁴ എന്നുള്ളൊരു റേഞ്ചിലാണ് ഫോർവേഡ് ബയാസിലെ റെസിസ്റ്റൻസും റിവേഴ്സ് ബയാസിലെ റെസിസ്റ്റൻസും റേഷ്യോ ആയിട്ട് വരുന്നത്. ഇത് മറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചുള്ളത് കൊണ്ടാണ് ഈ കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞത്. ഈ രണ്ട് കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഫോർവേഡ് ബയാസിലെ കറണ്ടും റിവേഴ്സ് ബയാസിലെ കറണ്ടും തമ്മിലുള്ള റേഷ്യോ വരുന്നത് ഒരു ഹൈ വാല്യൂ ആയിരിക്കാം. പിന്നെ അതുപോലെ ഫോർവേഡ് ബയാസിലെ റെസിസ്റ്റൻസും റിവേഴ്സ് ബയാസിലെ റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് ടിപ്പിക്കൽ വാല്യൂ ഓർത്ത് വെച്ചേക്കുക, 10⁻⁴ എന്നുള്ളതാണ് വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബാരിയർ പൊട്ടൻഷ്യൽ ഫോർ സിലിക്കൺ. ബാരിയർ പൊട്ടൻഷ്യൽ ഫോർ സിലിക്കൺ എന്ന് പറയുന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞു സിലിക്കണിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 ജർമേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ 0.3 ആയിരിക്കും. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബിൽറ്റ് ഇൻ വോൾട്ടേജ് ആണ്. ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതൊരു ബിൽറ്റ് ഇൻ വോൾട്ടേജ് ആണ്. എക്സിസ്റ്റ് അക്രോസ് ദ PN ജംഗ്ഷൻ. എന്താണ്? ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ റീസൺ എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്. ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് കാരണമാണ് ഈ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ കാരണം. അപ്പോ നമുക്കറിയാം സിലിക്കണിൽ 0.7 ജർമേനിയത്തിൽ 0.3. ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കട്ട് ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ് എന്ന് പറയുന്നതിന്റെ വാല്യൂസും സിലിക്കണിന് 0.7 ജർമേനിയത്തിന് 0.6 ആണെന്നുള്ളത് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഇൻ എ സെമി കണ്ടക്ടർ ഡയോഡ് ഒക്കേഴ്സ് വെൻ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഫോർവേഡ് ബയാസിലാണോ അതോ റിവേഴ്സ് ബയാസിലാണോ? സംഭവിക്കുന്നത് എപ്പോഴും റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അത് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആവട്ടെ സെന ബ്രേക്ക് ഡൗൺ ആവട്ടെ, രണ്ടും ഉണ്ടാവുന്നത് റിവേഴ്സ് ബയാസിലാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ആൻസർ പറയാൻ പറ്റും. ഓപ്ഷൻ ബി, റിവേഴ്സ് ബയാസ് എക്സീഡ് സർട്ടൻ വാല്യൂ എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ബ്രേക്ക് ഡൗൺ എന്നുള്ളതെന്ന് പറയാം. നമ്മുടെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ കണ്ടക്ഷൻ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ആ വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁻⁷ വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്ന ഒരു റേഞ്ച് വരെ എന്തുണ്ടാവും? കണ്ടക്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു പോയിന്റിൽ കണ്ടക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുന്നതിൽ നിന്നൊരു ചേഞ്ച് വരും. ആ പോയിന്റ് എത്തുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക ബ്രേക്ക് ഡൗൺ സംഭവിച്ചു എന്നുള്ളത്. ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് റിവേഴ്സ് ബയാസിലായിരിക്കും. നമുക്കറിയാം റിവേഴ്സ് ബയാസിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് അവലാഞ്ചെ ബ്രേക്ക് ഡൗണും അതേപോലെ തന്നെ സെന ബ്രേക്ക് ഡൗണും. സെന ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് അവിടെ കോവാലന്റ് ബോണ്ട് റപ്ചർ ചെയ്തിട്ട്, പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്, റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ട് എന്നുള്ളൊരു റീസൺ കാരണം ഉണ്ടാവുന്ന ബ്രേക്ക് ഡൗണിന്റെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സെന ബ്രേക്ക് ഡൗൺ ആണ്. പക്ഷേ കൊളിഷൻ മൂലം, നമ്മുടെ ചാർജ് കാരിയേഴ്സ് തമ്മിലുള്ള കൊളിഷൻ മൂലം ഉണ്ടാവുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 2 ബ്രേക്ക് ഡൗൺ ആണുള്ളത്, അവലാഞ്ചയും സെനറും. രണ്ടും നടക്കുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ തന്നെയാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇവിടെ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഇൻ സെമി കണ്ടക്ടർ ഡയോഡ് ഒക്കേഴ്സ് വെൻ റിവേഴ്സ് ബയാസ് എക്സീഡ് സർട്ടൻ വാല്യൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ ഡയോഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ ഡയോഡ് ഇപ്പൊ തന്നെ 2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? 0.7 ആണ്. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 ആണ്. ഇവിടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന 0.3 എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ജർമേനിയത്തിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ബാരിയർ പൊട്ടൻഷ്യലും കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നതും സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. പക്ഷെ രണ്ട് കൺസെപ്റ്റ് ആണ്. നമുക്ക് ബാരിയർ പൊട്ടൻഷ്യൽ അതേപോലെ തന്നെ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നതും സിലിക്കണിൽ 0.7 ജർമേനിയത്തിൽ 0.3 വോൾട്ടും തന്നെ ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് ആർ ഇൻ
എവറി സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ വാലൻസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ വാലൻസി എന്താണ്? 4 ആണ്. സിലിക്കണിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 14 വരും. ജർമേനിയത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 32 വരും. സിലിക്കണിന്റെ കോൺഫിഗറേഷൻ 2 8 4 വരും. അതേപോലെ തന്നെ ജർമേനിയത്തിൽ 2 8 18 4 എന്ന് വരും. അപ്പോൾ വാലൻസി രണ്ടിലും എന്ത് വന്നു? 4 വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കാണ്ട് തന്നെ പറയാൻ പറ്റും ഓപ്ഷൻ ഡി 4 ആണ് റൈറ്റ് ആൻസർ എന്ന്. നമുക്ക് കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും കാര്യം കൂടി ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കണ്ടക്ടർ വാലൻസി എപ്പോഴും ലെസ് ദാൻ 4 ആയിരിക്കും. ഇൻസുലേറ്ററിലെ വാലൻസി എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും. വാലൻസി ഓഫ് കണ്ടക്ടർ ലെസ് ദാൻ 4 എന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഗുഡ് കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഏറ്റവും ഗുഡ് കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി അതിന്റെ ഒരു വാലൻസി എന്ന് പറയുന്നത് വാല്യൂ 1 ആയിരിക്കും. ഇൻസുലേറ്ററിന്റെ എപ്പോഴും ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും? കണ്ടക്ടറിന്റെ ഇൻസുലേറ്ററിന്റെ ഇടയിലാണ് കണ്ടക്ടിവിറ്റി ലൈ ചെയ്യുന്നത് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എപ്പോഴും 4 ആയിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഡി 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രിഫ്റ്റ് കറന്റ് ഇൻ എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ് അപ്പോൺ ഓപ്ഷൻ എ ഓൺലി ദ ഇലക്ട്രിക് ഫീൽഡ്, ഓപ്ഷൻ ബി ഓൺലി ദ കാരിയർ കോൺസെൻട്രേഷൻ, ഓപ്ഷൻ സി ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. അതായത് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് NE mu E എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. N എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്. അതേപോലെ E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 × 10⁻⁹ ജൂൾ ആണ്. അതേപോലെ മ്യൂ എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയർ ആണ്. നമ്മുടെ കാരിയേഴ്സിന് നമ്മുടെ എന്താണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് മൊബിലിറ്റി. E എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ വോൾട്ട് പെർ മീറ്റർ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ 4 ഫാക്ടേഴ്സിനെയും നമ്മുടെ ഡ്രിഫ്റ്റ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസിൽ ഇലക്ട്രിക് ഫീൽഡും കാരിയർ കോൺസെൻട്രേഷനും മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ സി ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. പക്ഷെ മറ്റ് ഫാക്ടേഴ്സ് കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോണിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്ത് കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കൂടെ മൊബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കൂടെ പഠിച്ചു വെച്ചേക്കാം. ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജെ എന്ന് പറഞ്ഞാൽ NE mu E എന്ന് എഴുതുമ്പോൾ NE mu എന്താണ്? സിഗ്മയാണ്. NE muവിന് പകരം ഇവിടെ നമുക്ക് സിഗ്മ കൊടുക്കാൻ പറ്റും. സിഗ്മ എന്താണ്? കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ആണ് സിഗ്മ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1/ρ ആണ്. റോ എന്താണ്? റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇവിടെ ഓപ്ഷൻ സി ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ ലൈസിൻ. ഇവിടെ ഫെർമി ലെവൽ എന്നൊരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് എനർജി ലെവൽ ഇൻ എ സെമി കണ്ടക്ടർ ആണ്. നമുക്ക് നോക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇത് വാലൻസ് ബാൻഡ് ആയിരിക്കും. അതേപോലെ ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഫെർമി ലെവൽ ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ലൈസ് ഇൻ മിഡിൽ ആണ്. ഇവിടെ ഇതായിരിക്കും ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് എൻ ടൈപ്പിന്റെ കേസിൽ നോക്കാം. എൻ ടൈപ്പ് എന്താണ്? എൻ ടൈപ്പിൽ എന്തായിരിക്കും കൂടുതൽ? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ ബാൻഡിലാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക കൂടുതലും. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെ, അതായത് ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ബാൻഡിലാണ് നമ്മുടെ ഫെർമി ലെവൽ ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ പി ടൈപ്പിൽ എന്താണ്? പി ടൈപ്പ് മെറ്റീരിയലിൽ ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് താഴെ വാലൻസ് ബാൻഡ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിൽ ആണ് എന്ത് വരുന്നത്? ഫെർമി ലെവൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൻ ടൈപ്പിന്റെ കേസ് ആണ്. അപ്പൊ ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ എന്ത് വരുന്നത്? ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റിവേഴ്സ് ബയാസ് PN ജംഗ്ഷൻ ഹാസ് ഡാഷ് കപ്പാസിറ്റൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ് ബയാസ് PN ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഒരു കപ്പാസിറ്റൻസിന്റെ കൺസെപ്റ്റ് ആണ്. അത് ഓപ്ഷൻ എ ആണ്, ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്. റിവേഴ്സ് ബയാസ് PN ജംഗ്ഷൻ എക്സിബിറ്റ് ചെയ്യുന്ന കപ്പാസിറ്റൻസിന്റെ പേരാണ്
എന്ത് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്. അതിന്റെ മറ്റു പേരുകളൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്, ഓക്കെ, അല്ലെങ്കിൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഇത് 3 പേരും ഓർത്ത് വെച്ചിരിക്കുക. ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്, ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്, അതേപോലെ തന്നെ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. അത് എങ്ങനെയാ ഫോം ചെയ്യുക? നമ്മുടെ പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് നമുക്കറിയാം ഈ ചാർജ് കാരിയേഴ്സ് ഡിപ്ലീറ്റ് ആയി പോയിട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ റീജിയൻ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ അഥവാ ഡൈ ഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻസുലേറ്റർ ഓർ ഡൈ ഇലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ കറണ്ട് കാരിയേഴ്സ് ഉണ്ടാവില്ല. എന്നിട്ട് ആ ഇടയ്ക്കുള്ള ഇതിന്റെ സൈഡിലുള്ള പ്ലേറ്റ്സ് ആയിട്ടുള്ള പിയും എന്നും കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് ആയിട്ടും ആക്ട് ചെയ്യും. ഡൈ ഇലക്ട്രിക് ആയിട്ട് ഈ ഡിപ്ലീഷൻ റീജിയനും ആക്ട് ചെയ്യും. അങ്ങനെ അവിടെ ഫോം ചെയ്യുന്ന കപ്പാസിറ്റൻസ് ആണ് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഇവിടെ നമുക്കറിയാം C is equal to എപ്സിലോൺ A/D ആണ്. ഇവിടെ ഈ D എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ആണ്. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ കൂടുമ്പോൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ റിവേഴ്സ് ബയാസിൽ എന്താ സംഭവിക്കുക? റിവേഴ്സ് ബയാസ് കൂടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ റിവേഴ്സ് ബയാസ് കൂടുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അഥവാ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഓർ ട്രാൻസിഷൻ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് റിവേഴ്സ് ബയാസ് കണ്ടീഷന്റെ കേസ്. നമുക്ക് ഫോർവേഡ് ബയാസ് കണ്ടീഷനിലും എന്തുണ്ട്? ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. അതിന്റെ വാല്യൂ എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫോർവേഡ് ബയാസിൽ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസിന്റെ പേരാണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഡിഫ്യൂഷൻ, ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻ കാരണം ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് ആണ് എന്ത്? നമ്മുടെ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഇത് ഫോർവേഡ് ബയാസിലാണ് സംഭവിക്കുക. ഫോർവേഡ് ബയാസ് കൂടുന്തോറും ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് നമുക്ക് കുറയും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് കൂടും. സോ ഫോർവേഡ് ബയാസിൽ കപ്പാസിറ്റൻസ് കൂടും. അതേപോലെ റിവേഴ്സ് ബയാസ് കൂടുന്തോറും കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയും. ആ ഒരു ഫാക്ട് ഓർത്ത് വെച്ചേക്കുക. അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് CD എന്ന് പറയുന്നത് IdQ ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ ഈറ്റ VT എന്നുള്ളതാണ്. ഇവിടെ IdQ എന്ന് പറയുന്നത് ക്യൂസെന്റ് ടെമ്പറേച്ചർ, ടോ എന്ന് പറയുന്നത് ലൈഫ് ടൈം, ഈറ്റ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, VT എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. ഇവിടെ ഈറ്റ എന്ന് പറയുന്നതിന്റെ വാല്യൂ 2 for സിലിക്കൺ ആയിരിക്കും, അതേപോലെ 1 for ജർമേനിയം ആയിരിക്കും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക 2 ടൈപ്പ് കപ്പാസിറ്റൻസ് ഉണ്ട്. റിവേഴ്സ് ബയാസ് കണ്ടീഷനിലെ കപ്പാസിറ്റൻസ് ആണ് ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ഓർ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഓർ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. അതേപോലെ തന്നെ ഫോർവേഡ് ബയാസിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസിന്റെ പേരാണ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റൻസിനെ പറ്റിയിട്ടാണ്. സോ ഓപ്ഷൻ A ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് ഈക്വൽ ടു. ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുണ്ടായ ഒരു ഫാക്റ്റ് ആണ് ചോദിക്കുന്നത്. അറ്റോമിക് നമ്പർ എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Z ആണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺ ഇവിടെ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ C, ദ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്നുള്ളതാണ്. അതേപോലെ വേറൊരു കൺസെപ്റ്റ് എന്താണ്? മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ A ആണ്. അതെന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആയിരിക്കും മാസ് നമ്പർ എന്ന് പറയുന്നത്. നമ്മളൊരു എലമെന്റിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് റൈറ്റിൽ താഴെയും അതേപോലെ റൈറ്റിൽ മുകളിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മാസ് നമ്പറും ആയിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് പറയാൻ പറ്റും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ടൈമിൽ ഇലക്ട്രോണിന്റെ നമ്പറിനോടും ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അവിടുത്തെ ചാർജിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എല്ലാ കേസിലും അത് ശരിയായി വരില്ല. അയോൺസിന്റെ കേസ് വരുമ്പോൾ അതിൽ ഡിഫറൻസ് വരും. ശരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. പക്ഷെ നമ്പർ ഓഫ് പ്രോട്ടോൺ അവിടെ ഓപ്ഷനിൽ ഇല്ല, ഇലക്ട്രോൺസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ ഓഫ് ഇലക്ട്രോണും റൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മീൻസ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണ്?
ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. അതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും അവിടെ റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഏത് ഫാക്ടറിനെയാണ് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന വാല്യൂവിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും എന്താണ്? ദ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മീൻസ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ റെസിസ്റ്റന്റ് ഇൻക്രീസസ് എന്നുള്ളതാണ്. ഓപ്ഷൻ എയിൽ റെസിസ്റ്റന്റ് ഡിക്രീസസ് എന്ന് പറയുന്നുണ്ട്, അത് കറക്റ്റ് ആൻസർ അല്ല. റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ല, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും സിലിക്കൺ, ജർമേനിയം അതുപോലെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ് ആയിരിക്കും. അതേപോലെ മെറ്റലിന്റെ കേസിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഇൻ എ ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷൻ അണ്ടർ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ഈസ് കോൾഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു റിവേഴ്സ് ബയാസിലാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. ഏതൊക്കെ ടൈപ്പ് ബ്രേക്ക് ഡൗൺ ഉണ്ട്? സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ട്, അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഉണ്ട്. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഡ്യൂ ടു കൊളിഷൻ ആണ്. അതേപോലെ സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് എന്ത് കാരണമാണ്? ഡ്യൂ ടു റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ട് ആണ്. പിന്നെ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, ഡയോഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതേപോലെ ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എപ്പോഴും ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിന് എന്തായിരിക്കും? ഡോപ്പിംഗ് കോൺസെൻട്രേഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആണ്, ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ്ലി ഡോപ്ഡ് മെറ്റീരിയൽ ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അവിടെ ഹൈ ആയിരിക്കും. നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ സെനർ ഡയോഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് 5 വോൾട്ട് ആണ് നമ്മുടെ സെനർ വോൾട്ടേജ് എന്നൊരു വോൾട്ടേജ്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സെനർ ഡയോഡിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ വാല്യൂ 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 5 വോൾട്ടിന് മുകളിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചെ ബ്രേക്ക് ഡൗണും ഒക്കെ അറിയും. അതേപോലെ 5 വോൾട്ടിന് താഴെ ഒന്നുണ്ടെങ്കിൽ അവിടെ എന്തു മാത്രമേ സംഭവിക്കൂ? സെനർ ബ്രേക്ക് ഡൗൺ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഹയർ ആവുന്ന കണ്ടീഷനിലാണ് എപ്പോഴും അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. അത് ഓർത്തു വെച്ചിരിക്കുക. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 5നേക്കാൾ കൂടുതൽ വരുമ്പോൾ സെനറും നടക്കും, അവലാഞ്ചയും നടക്കും. അതേപോലെ 5 വോൾട്ടേജിന് താഴെ ആണെന്നുണ്ടെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ നടക്കും. കാരണം ഓൾറെഡി 5 വോൾട്ടിന് താഴെ സെനർ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞു. അതിനുശേഷം 5 വോൾട്ടിനേക്കാൾ കൂടുതൽ വരുമ്പോൾ ആ സെനർ വോൾട്ടേജും ഉണ്ടാവും, സെനർ ബ്രേക്ക് ഡൗണും ഉണ്ടാവും. അതിനുശേഷം എന്തും ഉണ്ടാവും? അവലാഞ്ചെ ബ്രേക്ക് ഡൗണും ഉണ്ടാവും. അപ്പൊ 5 വോൾട്ട് നമ്മുടെ ഒരു ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ വെച്ചിട്ട് നടക്കുന്ന എന്താണ്? ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നതാണ്, സംഭവിക്കുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നതാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈറ്റ്ലി ഡോപ്ഡ്. ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ അവിടെ ഡോപ്പിംഗ് എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ലൈറ്റ്ലി ഡോപ്ഡ് ആകുമ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഹയർ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന ബ്രേക്ക് ഡൗൺ ഏതാണ്? അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പക്ഷെ ലൈറ്റ്ലി ഡോപ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? ലൈറ്റ്ലി ഡോപ്ഡ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ലോ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു? അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ലോ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അവിടെ നമുക്ക് സംഭവിക്കുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഹെവിലി ഡോപ്ഡ് ഡയോഡ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം എന്ത് സംഭവിക്കണമെങ്കിൽ? സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കണമെങ്കിൽ. പക്ഷേ ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിൽ സംഭവിക്കുന്നത് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ആയിരിക്കും മെയിൻ ആയിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നതിൽ വാലൻസ് ബാൻഡ് ഇതും കണ്ടക്ഷൻ ബാൻഡും
ഇവിടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിലായിരിക്കും. അതിന്റെ റീസൺ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഹോൾ ആണ്. എവിടെ? നമ്മുടെ ഇൻട്രിൻസിക്കില്. പക്ഷെ പി ടൈപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്? പോസിറ്റീവ് ആയിട്ടുള്ള ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. എൻ ടൈപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം വാലൻസ് ബാൻഡിലാണ് ഹോൾസ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ പി ടൈപ്പിൽ നമ്മുടെ വാലൻസ് ബാൻഡിന്റെ തൊട്ട് എബവ്, ജസ്റ്റ് എബവ് വാലൻസ് ബാൻഡ് ആയിരിക്കും പി ടൈപ്പിൽ നമ്മുടെ ഫെർമി ലെവല്. അതുപോലെ തന്നെ ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ്, ജസ്റ്റ് ബിലോ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും ഇവിടെ എന്ത്? എൻ ടൈപ്പില് ഫെർമി ലെവൽ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മിഡ് വേ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ ടൈപ്പ് സിലിക്കൺ ഈസ് ഒബ്ടൈൻഡ് ബൈ. എൻ ടൈപ്പ് സിലിക്കൺ എന്ന് പറയുന്നത്, ഇത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. എൻ ടൈപ്പ് സിലിക്കൺ എന്ത് കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്? എൻ ടൈപ്പ് നമ്മൾ പറയുന്നു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറിയാം, ഓപ്ഷൻ സി, ഡോപ്പിംഗ് വിത്ത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി അതാണ്. അതുപോലെ ട്രൈവാലന്റ് സംഭവിക്കുന്ന എപ്പോഴാണ്? പി ടൈപ്പ് മെറ്റീരിയൽ ആണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഡോപ്പിംഗ് നടത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ സിലിക്കൺ ഫോർബിഡൻ ഗ്യാപ്പ്. ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സിലിക്കണിലെ ഫോർബിഡൻ ഗ്യാപ്പ് എത്രയെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിലിക്കണിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് സീറോയിൽ 1.21 EVയും റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സിലിക്കണിന് വരുന്നത് 1.12 EVയും ആണ്. അതേപോലെ തന്നെ ജർമേനിയത്തിന്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർബിഡൻ ഗ്യാപ്പ് വരുന്നത് 0.785 അറ്റ് എന്താണ് അബ്സല്യൂട്ട് സീറോ. അതുപോലെ തന്നെ 0.72 അറ്റ് റൂം ടെമ്പറേച്ചർ ആണ് വരിക. ഇവിടെ നമുക്ക് സിലിക്കണിന്റെ നോട് ഏകദേശം സാമ്യമുള്ളത് ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. സോ 1.1 EV എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. ഹോൾസ് എന്ന് പറയുന്നത് ഏത് സെമി കണ്ടക്ടറിലെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്? ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സ് ആവുന്നത് ഏത് ടൈപ്പിലാണ്? പി ടൈപ്പിലാണ്. അപ്പോ മൈനോറിറ്റി ചാർജ് കാരിയർ ആവുന്ന എവിടെയാണ്? എൻ ടൈപ്പിലാണ്. എൻ ടൈപ്പിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസും ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എന്താണ് റൈറ്റ് ആൻസർ? സി ആണ്. ഓപ്ഷൻ സി, എൻ ടൈപ്പ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു പ്രിപ്പയർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ദ ഇംപ്യൂരിറ്റീസ് ആഡഡ് ടു സിലിക്കൺ ആർ. അതായത് സിലിക്കണിനോട് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എൻ ടൈപ്പ് മെറ്റീരിയലും പി ടൈപ്പ് മെറ്റീരിയലും ഉണ്ടാവുന്നത്. പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവണമെങ്കിൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം. എൻ ടൈപ്പ് ഉണ്ടാവണമെങ്കിൽ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാ? 15th ഗ്രൂപ്പ് എലമെന്റ്സും ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് 13th ഗ്രൂപ്പ് എലമെന്റ്സും ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 15th ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇത്രയാണ് 15th ഗ്രൂപ്പ് എലമെന്റ്. 13th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? ബോറോൺ, ഗാലിയം എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ബാക്കി ഓപ്ഷൻസിൽ മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗാലിയം എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് ആണ്. പക്ഷെ ആഴ്സനിക് എന്താണ്? 15th ഗ്രൂപ്പ് ആണ്. അതേപോലെ തന്നെ ഗാലിയവും ഫോസ്ഫറസും. ഫോസ്ഫറസ് എവിടെ വരും? 15th ഗ്രൂപ്പിൽ വരും. ഗാലിയം 13th വരും. ആഴ്സനിക്കും ആന്റിമണിയും എന്താണ്? രണ്ടും 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ബൈ വിച്ച് ഇംപ്യൂരിറ്റീസ് ആർ ആഡഡ് ടു പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഡോപ്പിംഗ് ആണ്. എന്താണ്? ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നുള്ളതാണ്. ഡോപ്പിംഗ് എന്ന് പറയുന്നതാണ് ആ പ്രോസസ്സിനെ പറയുന്ന പേര്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെ പറയുന്ന പേരെന്താണ്? എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. LED ഈസ് മെയ്ഡ് ഓഫ്. LED എന്ന് പറയുന്നത്
എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ആണ്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ഇൻഡിയം ഫോസ്ഫൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, അതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. LED മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഗാലിയം ആഴ്സനൈഡ് ആണ്. സിലിക്കണും ജർമേനിയവും ഒക്കെ എന്താ വരുന്നത്? ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ആണ്. ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലിൽ അവിടെ ഒരു വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു മൊമെന്റം ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഹീറ്റ് ആയിട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത്. ഫോട്ടോണിന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? അവിടെ മൊമെന്റം ഡിഫറൻസ് ഇല്ല, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ. അതുപോലെ നമ്മുടെ എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺ ആയിരിക്കും. ലൈറ്റ് ഓർ ഫോട്ടോണിന്റെ രൂപത്തിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ നമുക്ക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ. അതിന് എക്സാമ്പിൾ ആണ് ഓപ്ഷൻ സി ആയിട്ടുള്ള ഗാലിയം ആഴ്സനൈഡ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.